എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രീസർ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള വരവേൽപ്പും കാര്യങ്ങളൊക്കെയാണ്. തള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര തള്ളാണ്. ഞാനും കണ്ടു, ആ ട്രീസർ കണ്ടു. ഞാനും കണ്ടു, ഈ പൃഥ്വിരാജും അവരൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തള്ളാൻ കാര്യങ്ങളൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ട്രീസറാണ്. അതുമാത്രവുമല്ല, പൃഥ്വിരാജ് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. നല്ല പണി പൃഥ്വിരാജ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെയായത്. അല്ലാതെ മുരളി ഗോപി എന്ന് പറയുന്ന ഒരാളുടെ തിരക്കഥ മാത്രമാണെങ്കിൽ ആ ദിലീപിൻ്റെ ഒരു പടമില്ലേ, അതുപോലെ ആയിപ്പോയി ഇതിൻ്റെ അവസ്ഥയും എന്നുള്ളതാണ്. അപ്പോൾ പൃഥ്വിരാജ് നല്ല രീതിയിൽ പണിയെടുത്ത എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രീസർ വന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരെന്തുകൊണ്ടാണ് ഈ ട്രീസറിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? അതായത് ജനങ്ങൾ മാത്രമല്ല, ഇന്ന് ഞാൻ കണ്ടു ലാലു ലക്സൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നു, അങ്ങനെ സിനിമാ താരങ്ങൾ എല്ലാവരും വിളിച്ചു പറയുന്നു എന്തോ ഒരു വലിയൊരു ബോംബാണ് പൊട്ടാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് കൊടുക്കണോ, ഒരു ഹൈപ്പ് കൊടുക്കണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ചങ്കിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയായിരിക്കും ഇവിടുത്തെ വലിയ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇവരൊരു മൂന്നോ നാലോ വർഷമായിട്ട് ഇതിൻ്റെ പുറകിലാണ്. ആ ഒരു സമയത്താണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ മാർക്കോ എന്ന് പറയുന്നൊരു കിടിലം മൂവി വന്നത്. ഈ മാർക്കോ വന്നതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് രക്ഷയുള്ളൂ. ഈ മാർക്കോയ്ക്ക് താഴെയാണ് സ്ഥാനമെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. വലിയ പ്രതിസന്ധിയാണ്. ലാലേട്ടൻ അടക്കം എന്ന് പറഞ്ഞാൽ നല്ല ഭയമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതും കൂടി പോയി കഴിഞ്ഞാൽ ലാലേട്ടൻ തീർന്നു എന്നുള്ളതാണ്. അത്രമാത്രം ആ മനുഷ്യന് ഫ്ലോപ്പായിട്ടുണ്ട്. ഒരുപാട് പൈസകൾ വെള്ളത്തിൽ കിടക്കുക തന്നെയാണ്. നമ്മളൊന്നും ഇതറിയാത്തതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളുകളായിട്ട് അങ്ങയുടെ കോടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ ബാറോസ് എന്ന് പറയുന്നൊരു സിനിമ ആവശ്യമില്ലാത്ത ഒരു സിനിമ കൊണ്ടുവന്നതാണ്. അതായത് എനിക്ക് 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇതെല്ലാവരും നിങ്ങൾ കണ്ട് സഹിക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നൊരു സിനിമ തിയേറ്ററിൽ പോയിട്ട് ഉറങ്ങാനുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഇറക്കിയിട്ട് ഇങ്ങേര് കയ്യിൽ നിന്നും ഒരുപാട് പൈസ അങ്ങ് കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചു പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ കൊണ്ടാണ്. അപ്പോൾ എമ്പുരാനും കൂടി എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എന്നുള്ളൊരു ഭയം ഇവർക്ക് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ടാണ് മാർക്കോ കാട്ടി മുന്നിൽ ഇത് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള കുറേ തട്ടിക്കൂട്ടലുകളെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതായത് മാർക്കോയാണ് ഇപ്പോഴും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ പോയാൽ മാത്രമേ എമ്പുരാന് വിലയുള്ളൂ. ഇല്ലേ, വിലയില്ല. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും വിലയില്ല. ഇന്ന് ഞാൻ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിലറിനെ പറ്റിയിട്ട് ഇങ്ങനെ ട്രീസറിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടങ്ങ് പൊക്കി പറയുന്നുണ്ട്. അതായത് പൃഥ്വിരാജിനെ കണ്ടുകൂടാത്തവൻ വരെ പൊക്കി പറയുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇനി വല്ലതും കൈനീട്ടമുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ സിനിമ വന്നു കഴിഞ്ഞാൽ സിനിമ നല്ലതാണെങ്കിൽ ഒരു ട്രീസറും വേണ്ട. ഒരു ട്രീസർ ഇല്ലാതെയും മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നമ്മൾ ആരെങ്കിലും കരുതിയോ ഇതുപോലെ വരുമെന്ന്? പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരുത്തൻ്റെ സംരംഭമാണ് എന്നറിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കയറി എന്നുള്ളതാണ്. പക്ഷേ അത് സൂപ്പർ സിനിമയായിരുന്നു. അതുപോലെ ഞാൻ പറയുകയാണ്, ഈ എമ്പുരാൻ എന്ന് പറയുന്നത് വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ പിടി കിട്ടൂല. പിന്നെ ലാലേട്ടന് പോലും ഇവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാകും എന്നുള്ളതാണ്. കൂലിപ്പണിക്ക് പോകണ്ട അമ്മാതിരി ഇതായിരിക്കും അവിടെ. കാരണം എല്ലാവരും പറയുന്ന പോലെ ലാലേട്ടന് നിങ്ങളുടെ കഴിവ് എവിടെയും പോയിട്ടില്ല, ഇത് എവിടെയും പോയിട്ടില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രായം കൂടി വരികയാണ്. ആ പ്രായത്തിനനുസരിച്ചുള്ള വേഷങ്ങളെ ഇനി ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ ചെയ്യുന്നത് മാത്രം. ഇപ്പം മമ്മൂക്ക കണ്ടില്ലേ, ഇപ്പോൾ അവസാനം ഇറങ്ങിയ ആ ഒരു ബേഴ്സ് എന്ന് പറയുന്ന സിനിമയിൽ ഡൊമിനിക്കിൽ മമ്മൂക്കയ്ക്ക് അത് ചെയ്യാൻ കഴിയും. ആ ഒരു പ്രായമുണ്ട്, അതുകൊണ്ട് അത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതാണ്. അങ്ങേർക്ക് നേരെ മറിച്ച് ഗോകുൽ സുരേഷ് ചെയ്ത വേഷം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ മോൺസ്റ്റാർ അങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നിട്ട് നമ്മൾ കരഞ്ഞു പോയതാണ്. കാരണം എന്താ വെച്ചാൽ പൈസ പോയല്ലോ എന്ന് ഓർത്തിട്ട്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ 100-150 രൂപയാണ് കൊണ്ട് കൊടുക്കുന്നത്. പിന്നെ ഒടുക്കത്തെ വിലയുള്ള പോപ്കോൺ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒടുക്കത്തെ വില എന്നേ ഞാൻ പറയുള്ളൂ. ഒരു കാപ്പി പോലും ഈ തിയേറ്ററിൽ കുടിക്കാൻ നമുക്ക് കഴിയാത്ത സ്ഥിതിയാണ്. അമ്മാതിരി തോന്നിയവാസമായ വിലകളാണ് ഇവർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ബില്ലുമില്ല, തെളിവുമില്ല, ഒന്നുമില്ല. ഒരു ഗൂഗിൾ പേ അടിച്ച്
വെച്ചിട്ട് എവിടെയും കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ഗൂഗിൾ പേയും തരുന്നില്ല. ഇവിടുത്തെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ ജനങ്ങളെ വെറുപ്പിക്കുക, കൊള്ളയടിക്കുകയൊക്കെയാണ് ഈ സിനിമാക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പടം എടുക്കണം, നല്ല രീതിയിലുള്ള ആൾക്കാരെ കൊണ്ടുവരണം. അല്ലാതെ വെറും ഈ എന്താ പറയുക ടൊവിനോ തോമസിനെയും ഇല്ല മോഹൻലാലിനെയും മാത്രം കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അവർക്ക് അതിൻ്റേതായ പവറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന് തള്ളു മാത്രമായി പോവാടേ. ഒരു പേടി എല്ലാവർക്കും ഉണ്ട്. അതായത് ട്രീസർ കാണുന്ന എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അവരിന്ന് ട്രീസർ അഴിച്ചു വിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പുണ്യം കിട്ടാനൊന്നുമല്ല, അതിൻ്റെ അകത്ത് വലിയ കാര്യം കിട്ടാനുമല്ല. പക്ഷേ ജനങ്ങളെ ഒന്ന് ഇൻട്രസ്റ്റ് ആക്കി ഇരുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അപ്പോഴും ആ ഒരു പേടി, ആ ഒരു ഭയം ഇതൊക്കെ കാണുന്നുണ്ട്. എന്താണെന്നല്ലേ, മോഹൻലാലിൻ്റെ കാര്യം തന്നെയാണ്. മോഹൻലാലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ അവതാളത്തിലാക്കും. തിയേറ്ററുകാർ മുഴുവൻ ഇറങ്ങും എന്നുള്ളതാണ്. കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടികൾ കൊടുക്കാനുണ്ട്. എന്താ വെച്ചാൽ ബറോസ് അത് തന്നെയാണ്. ബറോസ് എന്ന് പറയുന്നൊരു സിനിമ, അതിൻ്റെ അകത്ത് ബറോസ് എന്ന് പറയുന്ന ഒരുത്തനും ഏതായാലും അത് ഏകദേശം അടപടലം മൂഞ്ചി എന്നുള്ളതാണ്. അതുപോലെ ഇതുമായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മോഹൻലാൽ പറയുന്ന പോലെ എല്ലാവരും വന്നിൻ്റെ പടം കാണൂ, എല്ലാവരും വന്നിൻ്റെ പടം കാണൂ എന്നൊന്നും പറഞ്ഞാലൊന്നും ആരും കാണൂല. പക്ഷേ എമ്പുരാൻ എല്ലാവരും കാണും കേട്ടോ. എമ്പുരാൻ എന്ന് പറയുന്നൊരു സിനിമ എല്ലാവരും കാണും. അതെന്ന് പറയുന്ന തിയേറ്റർ പോയിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിൽക്കുന്നതാണ്. അതുകൊണ്ട് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ആദ്യത്തെ ഒരു ഷോ നിർണായകമാണ്. ആ ഒരു ഷോ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് പിടികിട്ടും. ഇനി വെടിപൊട്ടിക്കൽ മാത്രമാണ് കഥയെങ്കിൽ ഒരാൾ പോലും പിന്നെ ആ സിനിമ തിരിഞ്ഞു നോക്കത്തില്ല എന്നേ ഞാൻ പറയുള്ളൂ. അതായത് അനാവശ്യമായിട്ടുള്ള വെടിയും പുകയും അതേ ഉള്ളൂ എങ്കിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ ഈ തള്ളുകാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളിങ്ങനെ തള്ളി മറിക്കരുത്. കാരണം നിങ്ങൾ ചില സിനിമകളിലൊക്കെ മോഹൻലാലിനെ പറ്റി വളരെ മോശമായിട്ട് എഴുതിയ ടീമുകളാണ് ഇന്ന് എമ്പുരാനെ പറ്റിയിട്ട് ഇങ്ങനെ തള്ളി മറിക്കുന്നത്. അതായത് വലിയ പാറ തള്ളുന്ന പോലെയാണ് ഇവന്മാർ തള്ളുന്നത്. ഒറ്റ തള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കാണാരം പറഞ്ഞതുപോലെ. അത് നിങ്ങൾ പോയി സിനിമ കാണുക, സിനിമ കണ്ടിട്ട് സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറയുക. എങ്ങനെയായാലും നമ്മുടെ ഇപ്പോൾ ഈ കമലഹാസൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു ഇതിൽ പറഞ്ഞത്, അതുപോലുള്ളൊരു സിനിമയായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുരളി ഗോപി എന്ന് പറയുന്ന ആ ഒരു ശക്തമായ ഒരു തിരക്കഥാകൃത്ത് അതൊക്കെ ഉള്ളതുകൊണ്ട് അയാളുടെ എല്ലാ പടവും ഹിറ്റാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. മുരളി ഗോപിൻ്റെ എല്ലാ പടമൊന്നും ഹിറ്റൊന്നുമല്ല. ഒരുപാട് പടത്തിന് നല്ല രീതിയിലുള്ള ഫാൾട്ടുകൾ പറ്റിയ ഒരു സംവിധായകൻ തന്നെയാണ്. അതുകൊണ്ട് ഇതും അതുപോലെയുള്ള ഒരു ബോംബായിരിക്കുമോ എന്നുള്ള ഭയം എല്ലാവർക്കുമുണ്ട്. മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ മേലെ എത്തിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കാര്യം പോക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. നന്ദി, നമസ്കാരം.